നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് സുജിത് ദാസ് നടത്തിയത് ഏകാധിപത്യ ഭരണമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ശ്രീ PV അൻവർ പറഞ്ഞതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ കോൾ റെക്കോർഡ് പുറത്തു വന്നിട്ടുണ്ട്. PV അൻവർ പറഞ്ഞത് ശരിവെക്കുന്ന രീതിയിലാണ് ഈ കോൾ റെക്കോർഡുകളെല്ലാം സൂചിപ്പിക്കുന്നത്. സൈബർ വിദഗ്ധനും പോലീസ് സൈബർ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള കോൾ റെക്കോർഡാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ കോൾ റെക്കോർഡ് ഒന്ന് കേട്ടു നോക്കൂ. മറ്റേ സംഭവത്തില് ഗോൾഡ് കേസിൽ പിടിക്കുന്നത് കോൾ കേസ് എടുത്തിട്ടല്ല, കോൾ ഇന്റർസെപ്റ്റ് ചെയ്യും. ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് പോലെ നിയമപരമായിട്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിട്ടാലാണ് നടക്കുള്ളൂ. മനസ്സിലായി. അപ്പൊ ഇതെന്തായാലും ചെയ്യില്ല. അതിന് ഒരൊറ്റ ലൂപ്പോളുണ്ട്. വയനാട് മലപ്പുറം ജില്ലകളിലെ SP മാർക്ക് മാവോവാദി ഭീഷണി പേരിൽ ഒരു നമ്പർ മാവോവാദിയുടെയാണ് അല്ലെങ്കിൽ അവരോട് ബന്ധമുള്ളവരാണെന്ന് സംശയിക്കുവാണെങ്കിൽ അവരുടെ അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇന്റർസെപ്ഷൻ ഇടാം. അപ്പൊ അത് 2 SP മാർക്കേ ഉള്ളൂ, വയനാട് മലപ്പുറം. വയനാട് ജില്ലയിൽ സ്വർണ്ണക്കടത്തില്ല, അറിയാലോ. കോഴിക്കോട് ഉണ്ട്, പക്ഷെ കോഴിക്കോട് SP എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എന്താണ്? മലപ്പുറം. അതിന്റെ പേരിൽ ഇപ്പൊ തന്നെ സംശയം ഉണ്ടെങ്കിൽ 2 നമ്പർ ഇട്ടാൽ നമ്മൾ പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കോഡ് ഭാഷ കേട്ടിരിക്കുമ്പോ പക്ഷെ കോൾ ഡീറ്റെയിൽസ് കിട്ടുമ്പോ ലേറ്റ് ആവും. പക്ഷെ സംഭാഷണം കൃത്യമായി മനസ്സിലാവുമല്ലോ. അതായത് സാധനം കൊണ്ടിരുന്നത് ഇതിന് വേണ്ടി ഞങ്ങൾ ഇന്ന എത്ര മണിക്ക് ഇന്ന ഹോട്ടലിന്റെ മുമ്പിലേക്കാം, അല്ലെങ്കിൽ ഇന്ന പമ്പിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറയണത് കേൾക്കുമല്ലേ? ലൈവായിട്ട് കേൾക്കുവാണ്. അങ്ങനെയാണ് ഈ സാധനം പണി നടക്കുന്നത്. അപ്പൊ ഒരു 100 കിലോ സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് അവരുടെ ആ ജ്വല്ലറിയിലേക്കുള്ള ആഭരണം പണിയുന്നതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് 100 കിലോ കൊണ്ടുവരും. 100 കിലോ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന 999 ആണ്. 9 months ആക്കിയിട്ട് തിരിച്ചു പോകുമ്പോ 100 കിലോ വരെ 102 അല്ലെങ്കിൽ കല്ലുൾപ്പെടെ ഒരു 105 അത്ര കിലോ തിരിച്ചു കൊണ്ടുപോകാലോ. ആദ്യത്തെ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് ബലത്തിൽ ആഭരണം ആക്കിയിട്ട് അതിന്റെ അത്രയുടെ കിലോ കൂടി തിരിച്ചു കൊണ്ടുപോകാം. ഈ തിരിച്ചു കൊണ്ടുപോകുന്നിടത്താണ് ഗെയിം. തിരിച്ചു കൊണ്ടുവന്നത് ഗോൾഡ് അല്ല, റോൾഡ് ഗോൾഡാണ്. അതായത് നമ്മുടെ പറക്കാട്ടൊക്കെ പോലെ കൊല്ലം സുപ്രീം പോലെ ഒരച്ചാലും രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഗോൾഡ്, 1 gram ഗോൾഡ്. ഈ ഗോൾഡ് ഈ പറയുന്ന സാധനം ഒറിജിനൽ ഗോൾഡ് ആണെന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാണ്? അപ്രൈസറാണ്. ആ അപ്രൈസർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ സാധനം കയറിപ്പോളൂ. അതിനാണ് ഫണ്ട്. അതാണ് 20 വർഷം മുമ്പ് ഉള്ള കഥ. ഒരു 18-20 വർഷം മുമ്പ് ഒരു ദിവസം വരുമാനം 2 ലക്ഷം രൂപയായിരുന്നു അവരുടെ. മാസമല്ല, ആ കോൾ റെക്കോർഡിൽ വളരെ കൃത്യമായിട്ട് പോലീസ് സൈബർ ഉദ്യോഗസ്ഥന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൊണ്ടുവരുന്നത് സ്വർണമാണെങ്കിൽ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അത് സ്വർണം പൂശിയ മെറ്റീരിയൽ ആണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. അതായത് ഇവർക്ക് ഇതിന്മേൽ നിന്നും തിരിച്ചു കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥ സ്വർണം മാറ്റിയിട്ട് മുക്കുപണ്ടം വെച്ചാണ് ഇവര് എന്ത് ചെയ്യുന്നത്? കസ്റ്റംസിനെ കൂടെ പറ്റിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ. ഒരു ദിവസത്തെ 18 വർഷം മുൻപ് ഒരു ദിവസത്തെ വരുമാനമാണ് 2 ലക്ഷം രൂപ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ശ്രീ PV അൻവർ പറഞ്ഞതുപോലെ സുജിത് ദാസിന് ഇവിടെ കൊട്ടാരമല്ല, മണിമാളികകൾ പോലും പണിയാനുള്ള പണമല്ല, അതിന് അപ്പുറം സുജിത് ദാസിന്റെ കൈകളിൽ അല്ലെങ്കിൽ സുജിത് ദാസിന്റെ ബിനാമികളുടെ കൈകളിൽ ഉണ്ട് എന്ന് അൻവർ പറയുന്നത് വളരെ കൃത്യമാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. കാരണം ഒരു ദിവസം 2 ലക്ഷം രൂപ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 60 ലക്ഷം രൂപ. ഏത് ഉദ്യോഗസ്ഥനാണ് ഇന്ന് ആ വരുമാനം കിട്ടുന്നത്? നമ്മളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് 60 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നുണ്ടോ? കേവലം ഒരു SP ആയ സുജിത് ദാസിന് കിട്ടുന്നത് ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്ര കോടികളാണ് മലപ്പുറത്ത് നിന്നും സുജിത് ദാസും സംഘവും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് മലപ്പുറം തൻ്റെ തറവാട് സ്വത്താക്കിക്കൊണ്ട് മലപ്പുറത്ത് തനിക്ക് എന്തും കാണിച്ചു കൂട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്താലും അത് ചോദിക്കാൻ ഒരാളും വരില്ല എന്ന് കരുതിയായിരുന്നു സുജിത് ദാസ് ഈ കളികളെല്ലാം കളിച്ചത്.
പക്ഷെ അത് ചോദിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും ഇവിടെ നിയമപാലകരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഉണ്ട് എന്നുള്ള കാര്യം സുജിത് ദാസ് മറന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു വലിയ തിമിംഗലത്തിനെതിരെ അൻവർ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അൻവർ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ് എന്നുള്ള കാര്യം ഈ കോൾ റെക്കോർഡിൽ നിന്നും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. സ്വർണ്ണക്കടത്ത് ഇവർ നടത്തിയിട്ടുണ്ട്. സ്വർണം കൊണ്ടുവരുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് സ്വർണമെടുത്ത് അതിന്റെ ചെറിയ ഒരു ശതമാനം മാത്രം അവരിൽ നിന്ന് കിട്ടിയെന്ന് കാണിച്ചുകൊണ്ട് ബാക്കി സ്വർണമെല്ലാം ഇവര് മുക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ കോൾ റെക്കോർഡിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ശ്രീ അൻവർ പറയുന്നത് 100% ശരിയാണ് എന്നുള്ളത് ഈ ഒരു കോൾ റെക്കോർഡിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനിയും സുജിത് ദാസിനെതിരെ എത്ര ആളുകൾ രംഗത്ത് വരും, ഇനിയും എന്തെല്ലാം കേസുകൾ സുജിത് ദാസിനെതിരെ വരാനുണ്ട്. സുജിത് ദാസ് ഈ മലപ്പുറം ജില്ലയില് ഒരു SP ആയിട്ടാണോ ഭരണം നടത്തിയത്, അതോ ഒരു ഏകാധിപത്യ ഭരണാധികാരി എന്ന രീതിയിലല്ലേ സുജിത് ദാസ് ഭരണം നടത്തിയിരുന്നത്? അങ്ങനെ ഇനി സുജിത് ദാസിനെതിരെ വരാൻ പോകുന്ന തെളിവുകൾ എന്തെല്ലാമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്.